ഇന്ന് നമുക്കൊരു കല്യാണ വിളിയുണ്ട് കേട്ടോ. കല്യാണം ഏകദേശം 11:30ക്കും 12:30ക്കും ഇടയിലുള്ള മുഹൂർത്തത്തിലാണ്. നമ്മുടെ വീടിൻ്റെ തൊട്ട് താഴെ ഒരു കുഞ്ഞു കടയുണ്ട്. അപ്പോൾ ആ കടയിൽ ഉള്ള ചേട്ടൻ്റെ മകളുടെ കല്യാണമാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഈ ഏരിയയിലുള്ള എല്ലാ വീടുകളിലും തന്നെ ക്ഷണം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവരും തന്നെ ഇങ്ങനെ വിളിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടായിരുന്നു കേട്ടോ. തലേദിവസം വീട്ടിലത്തെ മൈലാഞ്ചിയിടൽ ചടങ്ങിനും പരിപാടിക്കും എല്ലാം വിളിച്ച് പിറ്റേ ദിവസം കല്യാണത്തിനും വിളിച്ചിട്ടുണ്ടായിരുന്നു. തലേദിവസം ശനിയാഴ്ചയായിരുന്നു കേട്ടോ. ശനിയാഴ്ച വൈകിട്ടായിരുന്നു മൈലാഞ്ചി ചടങ്ങൊക്കെ. അന്ന് എനിക്ക് ജോലിയുള്ള ദിവസമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അന്ന് ക്ലാസ് കൂടി ഇല്ലല്ലോ. അപ്പോൾ പിള്ളേരെ വീട്ടിൽ കൊണ്ട് അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് ആക്കിയിട്ടാണ് ഞാൻ ജോലിക്ക് പോയത്. തിരിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും വീട്ടിൽ പോയി ഇവരെയൊക്കെ പിറക്കി കെട്ടി വന്നപ്പോഴത്തേക്കിനും കുറച്ച് രാത്രി ആയിട്ടുണ്ടായിരുന്നു. രാത്രി എന്ന് പറഞ്ഞാൽ ഒരു 5:45 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ വന്ന് നമ്മുടെ വീട്ടിലത്തെ സ്ഥിരം പരിപാടികളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിനും സമയം ഒരു ഇതായി കേട്ടോ. പിന്നെ ആണെങ്കിൽ ഏട്ടായിക്കും വരാൻ ഒത്തില്ല, കുറച്ച് താമസിച്ച ആൾ വരും എന്ന് ഓർത്ത് വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഞങ്ങൾ തലേദിവസം പോകുന്ന കാര്യങ്ങൾ വേണ്ടാന്ന് വെച്ച്, ഞാനാണെങ്കിലും മടുത്ത് തൊലഞ്ഞാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അത് വേണ്ടാന്ന് വെച്ചു കേട്ടോ. പിറ്റേ ദിവസം കല്യാണത്തിന് പോകാമെന്നുള്ള ഒരു ഇതിലിരിക്കുമായിരുന്നു. അപ്പോൾ ഏട്ടായി പറഞ്ഞു ഞാനും ലീവ് എടുക്കാൻ, എന്നിട്ട് നമുക്ക് കല്യാണത്തിന് പോകാം, എന്തായാലും ചേട്ടൻ കാര്യമായിട്ട് വിളിച്ചല്ലേ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം ചേട്ടയ്ക്ക് വേറെ ചില പരിപാടികളൊക്കെ വന്നത് കൊണ്ടും നാളെ വരുന്നില്ല എന്ന് പറഞ്ഞ്. അപ്പം എനിക്കാണ് കല്യാണത്തിന് പോകണം തന്നെ ഒരു ഭയങ്കര ഒരു ആഗ്രഹം, സദ്യയൊക്കെ കഴിക്കാം, പിന്നെ എല്ലാം കണ്ടു കേട്ട് പോരാം എന്നൊക്കെ വിചാരിച്ച്. അപ്പം ഞാനോർത്ത് മുകളിലത്തെ ചേച്ചീനെ വിളിച്ചിട്ടുണ്ട്, തൊട്ടപ്പുറത്തെ വീട്ടിലൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പം എല്ലാവരും കൂടെ പോകാമെന്ന് തീരുമാനിച്ച്. പിന്നെ ഇവിടുന്ന് ട്രാവലറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതിന് പോകാൻ വേണ്ടി പ്ലാനിട്ടിങ്ങനെ ഇരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഉച്ചക്കത്തെ പരിപാടികളൊന്നും രാവിലെ എണീറ്റ് പാടെ ചെയ്തില്ല. ഹാപ്പിയുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കേട്ടോ. ഉച്ചയ്ക്ക് നമ്മൾ കല്യാണത്തിന് പോകുമ്പോൾ അവിടുന്ന് സദ്യ കഴിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഉച്ചക്കത്തെ കാര്യങ്ങൾ ക്യാൻസൽ ചെയ്യാം, അത് കഴിഞ്ഞ് വന്നിട്ട് വൈകിട്ടത്തേനുള്ളതൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ കാപ്പിക്ക് വേഗം ഗോതമ്പ് ദോശയും ചമ്മന്തിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അതാകുമ്പോൾ എളുപ്പം പരിപാടിയൊക്കെ കഴിയുമല്ലോ. പിന്നെ ഞങ്ങൾ എണീറ്റപ്പോഴും കുറച്ച് താമസിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ പെട്ടെന്ന് ദോശയും ഒക്കെ കഴിച്ച് വേഗം പിള്ളേരെയൊക്കെ ഒരുക്കി ഞങ്ങൾ പോകാൻ ഒരുങ്ങുകയാണ്. 10:30 ആകാറായപ്പോഴത്തേക്കും നമ്മുടെ അടിക്കൽ, തുടയ്ക്കൽ, തുണി അലക്കൽ, അങ്ങനത്തെ പരിപാടിയും കുളിയും എല്ലാം കഴിഞ്ഞ് കാപ്പിയൊക്കെ കഴിച്ച് ഞങ്ങൾ റെഡി ആയിട്ടോ. പിന്നെ പിള്ളേരെയൊക്കെ ഒരുക്കി പറക്കി ഞങ്ങളെല്ലാവരും, മുകളിലത്തെ ചേച്ചി ഉണ്ടല്ലോ, അവിടെയും 3 പിള്ളേരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവരെല്ലാം ഒരുക്കി പറക്കി ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കിന് അത്യാവശ്യം ഏരിയകളുള്ളവരെല്ലാം പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളൊരു ഓട്ടോറിക്ഷ വിളിച്ച് പോകാം എന്നുള്ളൊരു പ്ലാനിങ്ങിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അബിയും കുഞ്ഞാപ്പിയും നമ്മുടെ ക്രിസ്മസിന് എടുത്ത ഉടുപ്പില്ലേ, അതാണ് ഇട്ടത്. ഞാൻ സാരി ഉടുക്കുന്നില്ല, ടോപ്പ് പോലത്തെ എന്തെങ്കിലും ഇടാം, അതാകുമ്പോഴത്തേക്കിനും നമുക്ക് ഇടാനും പോകാനും ഒക്കെ എളുപ്പമുണ്ടല്ലോ. എനിക്ക് സാരി ഉടുത്ത് ഇങ്ങനെ വലിച്ച് കൊണ്ടുനടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒന്നാമത്തെ കാര്യം, ഇവരെ എടുക്കുകയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും അവിടെ മാറിയോ ഇവിടെ മാറിയോ എന്നൊക്കെ നോക്കണം കേട്ടോ. അപ്പോൾ ടോപ്പ് ഞാൻ നോക്കിയപ്പോഴത്തേക്കിനും കല്യാണത്തിനിടാൻ പറ്റുന്ന ടൈപ്പ് ഒന്നും എൻ്റെ കയ്യിലില്ലായിരുന്നു. നമുക്ക് ഈ ഓഫീസിലൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റുന്ന കൂടെ ക്യാഷ്വൽ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും കല്യാണമൊക്കെ അല്ലേ, കുറച്ച് എടുപ്പുള്ള എന്തെങ്കിലും ഇടാമെന്ന് വിചാരിച്ച്. അങ്ങനെയാണ് ഞാൻ സാരിയിലായത്. ആദ്യം ഞാൻ ഓർത്തത് ജ്യോതിര കല്യാണത്തിനിട്ട ആ റെഡ് സാരിയില്ലേ, അപ്പോൾ അതും എടുക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. പിന്നെ നോക്കിയപ്പോഴത്തേക്കിനും അത് പ്ലീറ്റൊക്കെ പിടിച്ച് വരാൻ സമയം എടുക്കും. ഇതാണെങ്കിൽ ഞാൻ ഓൾറെഡി പ്ലീറ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അത് തന്നെ അങ്ങ് വരി ഉടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എനിക്ക് സാരി പൊതുവേ കുറവാണ്. ഒന്നാമത്തെ കാര്യം, എനിക്ക് ഉടുത്ത് വരാൻ കുറേ സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അല്ലാത്ത ഡ്രസ്സൊക്കെയാണ് സാധാരണ ഇടുന്നത് കേട്ടോ. പിന്നെയുള്ള ഒരു സാരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ബ്ലൗസ് തയ്പ്പിക്കാതിരിക്കുകയാണ്. അത് ഞാൻ ഈയിടെ വീട്ടിൽ പോയപ്പോഴത്തേക്കിനും അമ്മയുടേത് എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ. പക്ഷെ ഞാൻ അതിന് ഇതുവരെ ബ്ലൗസൊന്നും തയ്ച്ചിട്ടില്ല. ആകെ 3-4 സാരി ഉള്ളു കേട്ടോ എൻ്റെ കയ്യിൽ. അപ്പോൾ ഉള്ളതിൽ പെട്ടെന്ന് നമുക്ക് ഉടുത്തിറങ്ങാൻ പറ്റുന്ന പറഞ്ഞാൽ എടുത്തുടുത്ത് ഞങ്ങൾ ഓട്ടോറിക്ഷയൊക്കെ വിളിച്ചത് ആ മണ്ഡപത്തിലെത്തി. അങ്ങനെ ഞങ്ങൾ വന്ന് കയറി കഴിഞ്ഞപ്പോഴത്തേക്കിനും കെട്ടൊക്കെ കഴിഞ്ഞ്, താലികെട്ടും കഴിഞ്ഞ്, സിന്ദൂര ചാർത്തും എല്ലാ പരിപാടിയും കഴിഞ്ഞു കേട്ടോ. പിന്നെ കുറച്ച് ഫോട്ടോ എടുക്കൽ കാര്യങ്ങളും മധുരം കൊടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ട് കുറച്ച് നേരമൊക്കെ നിന്ന് ഞങ്ങൾ ചെന്നപ്പോഴത്തേന് ഇപ്പുറം സദ്യയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരു സെക്ഷൻ ആൾക്കാരൊക്കെ അവിടെ കഴിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഞങ്ങൾ ചെന്നത്. പിന്നെ ഒരു കുഞ്ഞു ഗിഫ്റ്റൊക്കെ കൊടുത്ത് കുറച്ച് നേരം അവിടെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ട്, പിന്നെ അവിടെ ഫോട്ടോ എടുപ്പ് ഇങ്ങനെ തകൃതിയായിട്ട് നടക്കുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പിന്നെ അധിക നേരം അവിടെ നിന്നില്ല. പിന്നെ ഞങ്ങൾ നേരെ പോയത് സദ്യ കഴിക്കുന്ന ഏരിയയിലേക്കാണ്. ആദ്യത്തെ ഒരു സെക്ഷൻ ആൾക്കാർ എണീറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കിനും അടുത്ത സെക്ഷനിൽ ഇരിക്കാമെന്ന് ഞങ്ങൾ വിചാരിച്ചു കഴിഞ്ഞു. അങ്ങനെ നിന്ന സമയത്തിന് എല്ലാവരും കൂടെ തിക്കി നിരക്കി കയറി എല്ലാവരും ഇരുന്ന് കേട്ടോ. അപ്പോൾ പിന്നെ ഞാനും ആ ചേച്ചിയും കൂടെ ഇങ്ങനെ പറഞ്ഞു, ഇവരൂടെ കഴിയട്ടെ, അടുത്ത ആൾക്കാരുടെ
കൊടുത്തിരിക്കുക, അതാകുമ്പോഴത്തേക്കിനും കുറച്ചൊരു തിക്കും തിരക്കും കുറയുമല്ലോ എന്ന് പറഞ്ഞ്. പിന്നെ ഞങ്ങൾ അതിൻ്റെ നമ്മൾ ഈ ഫുഡൊക്കെ കൊടുക്കുന്നതിൻ്റെ ഏരിയയിൽ കുറച്ച് കസേരയൊക്കെ ഇങ്ങനെ അടുക്കി പറക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. അതെല്ലാം കൂടെ നിരത്തിയിട്ട് ഞങ്ങളെല്ലാവരും കൂടെ കയറി അവിടെ അങ്ങ് ഇരുന്ന്. ഈ പിള്ളേരെയും കൊണ്ട് എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചടങ്ങാണ് കേട്ടോ. ഇതുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടാതെയൊക്കെ നോക്കണം. അയ്യോ, കുറേ നേരം പിടിച്ചിരുത്തി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും അവർക്ക് വിശക്കാനും തുടങ്ങി. ആകെപ്പാടെ ചിത്താന്തവും വഴക്കൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ കല്യാണത്തിനെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്ക കല്യാണങ്ങളുടെയും ഈ കലവറയുടെ അവിടെ പോയി അമ്മമാർ ആദ്യമേ കുറച്ച് ചോറും എന്തെങ്കിലും പായസമൊക്കെ മേടിക്കുമല്ലോ പിള്ളേർക്ക് വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് പായസം അതൊക്കെ മേടിച്ച് ഞങ്ങൾ ഇവർക്ക് കൊടുത്ത് കുറച്ച് നേരമൊക്കെ പിടിച്ചിരുത്തിയപ്പോഴത്തേക്കിനും ആ പന്തിയിലുള്ള എല്ലാവരും കഴിച്ച് കഴിഞ്ഞ് എണീറ്റ് കേട്ടോ. ആദ്യത്തെ സെക്ഷനിൽ ഫുഡ് കഴിച്ച കൂട്ടത്തിൽ നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന തക്കു ഉണ്ടല്ലോ, അവിടെ പോയിരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ നേരത്തെ കഴിച്ചത് എനിക്ക് എന്തായാലും ഉപകാരപ്പെട്ട് ക്യാമറമാനായിട്ട് കിട്ടി കേട്ടോ. അങ്ങനെ പിന്നെ ആ പന്തി ആൾക്കാരെ എണീറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞങ്ങൾ ഇരുന്ന് ആദ്യം ഉപ്പ് വന്നു, പിന്നെ നമ്മുടെ വഴുക്ക വരട്ടി, ചക്ക വറുത്തത്, പപ്പടം, പഴം, പിന്നെ നമ്മുടെ തോരന്, അവിയൽ, മധുരക്കറി, ഓലന്, ഇഞ്ചിക്കറി, അങ്ങനെ എല്ലാ ഐറ്റംസ് ഓരോന്നോരോന്നായിട്ട് വന്ന്. ചോറ് വന്ന്, പിന്നെ ആദ്യം പരിപ്പ്, നെയ്യ്, അങ്ങനെ എല്ലാം വന്ന്. കുറേ നേരമായി സദ്യയുടെ സ്മെല്ലൊക്കെ അടിച്ച് അവിടെ ഇങ്ങനെ ഇരിക്കുന്നു കേട്ടോ. ഞാൻ എന്തായാലും നന്നായിട്ട് കഴിക്കാൻ തന്നെ തീരുമാനിച്ച്. അങ്ങനെ ഇങ്ങനെയൊന്നും നമുക്കങ്ങനെ സദ്യ ഒത്ത് കിട്ടത്തില്ലല്ലോ. വീട്ടിൽ ഇത്ര ഐറ്റംസ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ അത്ര ചില്ലറ പരിപാടി അല്ലാത്തത് കൊണ്ടും കിട്ടുമ്പോൾ നന്നായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പിള്ളേർക്കൊക്കെ വിളമ്പി എല്ലാവരും ഇതാ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആദ്യത്തെ 1-2 വായൊക്കെ കുഞ്ഞാപ്പി വാരി തിന്ന്, അബിയും വാരി തിന്ന്. പിന്നെ അങ്ങ് കിള്ളി നിരത്താനായിട്ട് തുടങ്ങി. അതിനകത്ത് മധുരക്കറി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ചോറ് വരുന്നതിനിപ്പുറം തന്നെ അത് കുറേ കഴിച്ച്. മുന്തിരിങ്ങ കഴിച്ചില്ല, അല്ലാണ്ട് അതിനൊരു ഇങ്ങനെ ഗ്രേവി, ഒരു കുറുകിയുള്ള സംഭവം ഉണ്ടല്ലോ, അത് നന്നായിട്ട് കഴിച്ചു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. അങ്ങനെ പിന്നെ കുറച്ച് ചോറും പരിപ്പും കൂട്ടി ആദ്യം കഴിച്ച്, പിന്നെ കുറച്ച് സാമ്പാർ അയച്ച്, പിന്നെ കുറച്ച് കാളനൊഴിച്ച് ഒക്കെ അങ്ങ് കഴിച്ച് കേട്ടോ. പിന്നെ പിള്ളേർക്ക് ഞാൻ ഇതിനിടയ്ക്ക് വാരി കൊടുത്ത്. ആദ്യം കുറച്ച് കഴിച്ചിട്ട് പിന്നെ എല്ലാം കിള്ളിപ്പറക്കായിരുന്നു. പിന്നെ ചോറ് അങ്ങനെ കളയുന്നത് എനിക്ക് വലിയ വിഷമമായതുകൊണ്ട് ഞാൻ അവർക്ക് 2 പേർക്കും വാരി കൊടുത്ത്. ഒരു തരം തിരിച്ച്. എന്നാലും അബി കുറച്ച് മീതി വെച്ച്, കുഞ്ഞാപ്പിയും ഒരു 2 വാ ചോറ് മീതി വെച്ചു കേട്ടോ. ബാക്കി ഞാൻ കഴിപ്പിച്ച് 2 പേരെ കൊണ്ട്. ആദ്യം അബീനെ കഴിപ്പിച്ചിട്ട് ഞാൻ പതുക്കെ ഇറക്കി വിട്ട് പോയി കൈയൊക്കെ കഴിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് അടുത്ത ആൾക്കും വാരി കൊടുത്തു. പിന്നെ നല്ല അടപ്രഥമൻ ഉണ്ടായിരുന്നു, പാൽപ്പായസം ഉണ്ടായിരുന്നു. സൂപ്പർ ഫുഡായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇനി പതുക്കെ നേരെ തിരിച്ച് വരാനുള്ള പരിപാടിയിലൊക്കെയാണ് കേട്ടോ. എനിക്കാണെങ്കിൽ 2 മണിക്ക് ഗ്രാമസഭ ഉണ്ടായിരുന്നേ, അപ്പോൾ അതിനൂടെ പോകണമായിരുന്നു. അല്ലെങ്കിൽ കുറച്ച് നേരം അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ നോക്കിയപ്പോഴത്തേക്കിനും സദ്യ കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് വർത്താനൊക്കെ പറഞ്ഞ് നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും തന്നെ ഏകദേശം 1:45 ആകാറായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ച് ഇനിയിപ്പം ഇവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തുകൊണ്ട് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാമസഭയൊക്കെ കഴിഞ്ഞു പോകില്ല, എന്നാൽ വെച്ച് വിട്ട് വേഗം വീട്ടിൽ പോയേക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ പിന്നെ അവിടെ നിന്ന് നേരെ ഒരു ഓട്ടോറിക്ഷയൊക്കെ വിളിച്ച് ഞങ്ങളെല്ലാവരും കൂടെ നേരെ പോന്നു കേട്ടോ. ആദ്യം ഞാൻ ഓർത്ത് പിള്ളേരെ വീട്ടിൽ കൊണ്ടേ ആക്കിയിട്ട് ഗ്രാമസഭയ്ക്ക് പോകാമെന്നാണ്. പിന്നെ അവിടെ ഇറങ്ങി കയറി പോകാനൊന്നും നേരമില്ലായിരുന്നു. അതുകൊണ്ട് പിള്ളേരെയും കൂടെ കൂട്ടിയിട്ടാണ് കേട്ടോ ഗ്രാമസഭയ്ക്ക് പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഏകദേശം 2:10 ആകാറായിട്ടുണ്ടായിരുന്നു. ഭാഗ്യത്തിന് പരിപാടികളൊന്നും കഴിഞ്ഞിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ ഗ്രാമസഭയൊക്കെ കൂടി അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ചിട്ടാണ് പോകുന്നത്. അത് കഴിഞ്ഞ് പിന്നെ വേഗം വെച്ച് വിട്ട് വീട്ടിലോട്ട് പോരാമെന്ന് വിചാരിച്ച്. ഫോണൊന്നും ഞാൻ എടുത്ത് നോക്കിയതേ ഇല്ല കേട്ടോ. ഫോണിലാണെങ്കിൽ കുറേ മിസ് കോൾ ഏട്ടയുടെ കിടപ്പുണ്ടായിരുന്നു. ഏട്ട ഏകദേശം 2:30 ആകാറായപ്പോഴത്തേക്കിനും വീട്ടിൽ വന്നു കേട്ടോ. ഇതൊക്കെ ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞാണ് അറിഞ്ഞത്. അല്ലായിരുന്നെങ്കിൽ പിന്നെ തിരിച്ച് ഓട്ടോ വിളിച്ച് വരേണ്ട ആവശ്യമില്ലായിരുന്നു, ആളെ വിളിച്ചാൽ മതിയായിരുന്നു വന്നേനെ കേട്ടോ. ഞാൻ എടുത്തുമില്ലല്ലോ, ഞങ്ങളിപ്പോൾ എവിടെയാണെന്ന് പുള്ളിക്ക് അറിയത്തില്ല, അതായിപ്പോയി. അല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ തപ്പിത്തേടി വന്നേനെ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴത്തേക്കിന് ഏകദേശം 5 മണിയാകാറായിട്ടുണ്ടായിരുന്നു. ഗ്രാമസഭയും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിനും ചേട്ടായി നല്ല ഉറക്കമായിരുന്നു കേട്ടോ. രാവിലെ തുണിയൊക്കെ കഴുകിയിട്ടിട്ട് പോയതുകൊണ്ട് തുണിയൊക്കെ നല്ല പപ്പടം പോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ചൂടെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ചൂടാണ്. അബദ്ധത്തിലെങ്ങാനും ഒരു 10 മണി കഴിഞ്ഞ് നമ്മൾ മുറ്റത്തിറങ്ങി നിന്നാൽ കരിഞ്ഞിരിക്കും എന്ന് പറഞ്ഞ അവസ്ഥയാണ് കേട്ടോ. ഞാനതുകൊണ്ട് രാവിലെ ഇപ്പോൾ തുണി നനയ്ക്കാൻ നിൽക്കാറില്ല. തലേദിവസം നനച്ച് ബക്കറ്റിലാക്കിയിട്ട് രാവിലെ ആകുമ്പോഴത്തേക്കിനും എടുത്ത് വിരിക്കാനാണ് ശ്രമിക്കുന്നത് കേട്ടോ മാക്സിമം. പിന്നെ ജോലിയുള്ള സമയത്ത് ചില സമയത്ത് രാവിലെ എണീറ്റ് കഴുകി അങ്ങ് വിരിക്കാറുണ്ട്. അങ്ങനെ കയ്യോടെ വന്ന് പിന്നെ ഏട്ടയ്ക്ക് വന്നതേ ചായ ഇട്ട് കൊടുക്കാമെന്ന് ഓർത്ത് വിളിച്ചപ്പോൾ ആൾ നല്ല ഉറക്കമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ വേഗം മുറ്റമൊക്കെ ഒന്ന് തൂത്തു അടിച്ച് വാരി. ഇനിയിപ്പോൾ വിളക്ക് വെക്കേണ്ട സമയമൊക്കെ ആയി വരികയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാം അടിച്ചു വാരി കരിയിലൊക്കെ തീയിട്ടിട്ട് വന്നപ്പോഴത്തേക്കിനും ആൾ പതുക്കെ ഉറക്കമൊക്കെ കഴിഞ്ഞ് കയറ്റി വരാറായിട്ടുണ്ടായിരുന്നു.
പിന്നെ ഞാൻ പെട്ടെന്ന് ചായക്ക് വെള്ളം അടുപ്പയിലേക്കൊക്കെ വെച്ച് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോഴാണ് നമ്മുടെ മണി പ്ലാന്റിലെ പുതിയ പുതിയ തളിരൊക്കെ വന്നിരിക്കുന്നത് കണ്ടത്. ഇത് ആണെങ്കിൽ കുറേ ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കാതെ വെള്ളമില്ലാതെ വാടി നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ഇല പഴുത്തൊക്കെ നിന്നിട്ടുണ്ടായിരുന്നേ, അതെല്ലാം കൂടെ നുള്ളിക്കളഞ്ഞ് ഇങ്ങനെ കുറച്ച് തണ്ടൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചാണ് പുതിയ തളിര് വരുമോ എന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതെന്തായാലും നല്ല തളിരൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇവിടുന്ന് താഴെ ആ റോഡിൻ്റെ ഒരു ബസ് സ്റ്റോപ്പിൻ്റെ അവിടെയായിട്ട് കുറേ മണി പ്ലാന്റ് നിൽപ്പുണ്ട് കേട്ടോ. പലപ്പോഴും ബസ് ഇറങ്ങി വരുമ്പോഴത്തേക്കിനും ഞാൻ വിചാരിക്കും ഇതിൽ നിന്ന് നല്ല തളിര് നോക്കി 2-3 നുള്ളിക്കൊണ്ട് പോകണം. വലിയ കട്ടിയല്ലാത്ത ഇലകളില്ലേ, അപ്പം അങ്ങനെ നാമ്പ് നോക്കി കട്ടോട്ട് പോകണം എന്നൊക്കെ വിചാരിക്കുന്നതാണ്. പക്ഷേ എപ്പോൾ നോക്കിയാലും കുറച്ച് ചേട്ടന്മാരവിടെ കാണും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനിങ്ങനെ നോട്ടം ഇട്ട് നിർത്തിയേക്കാണ് കേട്ടോ. അപ്പോൾ ഇനി എന്നേലും വലിയ തിരക്കൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് വേണം നല്ല തളിര് നാമ്പ് നോക്കി 2-3 പറിച്ച് ഇതുപോലൊരു കുപ്പിയിൽ ഇങ്ങനെ അലങ്കരിച്ച് വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ ആ ചായയൊക്കെ ആയി. ഞങ്ങൾ 2 പേരും ഓരോ ഗ്ലാസ് കട്ടനൊക്കെ കുടിച്ചു. പിള്ളേർക്ക് പിന്നെ ഒന്നും വേണ്ട, അവർ അവിടെ ഗ്രാമസഭയുടെ അവിടുന്ന് ചായയും വടയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ അതൊന്നും കഴിച്ചില്ല കേട്ടോ. ഞാൻ പെട്ടെന്ന് ധൃതിപ്പെട്ടു പോകുന്നു എന്ന് വേണേൽ പറയാം. ചായ കുറച്ച് കുടിച്ചു, നല്ല കോഫിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വടയൊന്നും കഴിച്ചൊന്നുമില്ലായിരുന്നു കേട്ടോ. പിന്നെ എത്ര ചായ കുടിച്ചാലും കടിഞ്ചായ കണ്ടാൽ ഞാൻ കുറച്ച് കുടിക്കും കേട്ടോ. അങ്ങനെ ചായയൊക്കെ കുടിച്ചു. പിന്നെ വൈകിട്ടത്തേനുള്ള പരിപാടികളൊക്കെ ആക്കുന്ന തിരക്കിലാണ്. രാവിലെ തിളപ്പിച്ച് റൈസ് കുക്കറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനിപ്പം കഴിക്കുന്ന സമയമാകുമ്പോഴത്തേക്കിനും ഒന്ന് തികത്തി ഊറ്റിയാൽ മതി. പിന്നെ കറി വെക്കാൻ ഞാൻ നോക്കിയപ്പം വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഇന്നലത്തേക്കൂടി കുറച്ച് കൊത്തച്ചക്ക ഇരിപ്പുണ്ട്. പിന്നെ ഞാൻ അപ്പുറത്തെ വീട്ടിൽ ഇരുമ്പമ്പുളി മരം നിറച്ചിങ്ങനെ ഇരുമ്പമ്പുളി ഉണ്ടായി നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ 2-3 ചോദിച്ച് മേടിച്ചിട്ട് ഞാനൊരു കുഞ്ഞ് തോരൻ വെക്കാമെന്ന് വിചാരിച്ച്. ഒരുപാട് മൂത്ത ഇരുമ്പമ്പുളിയാണെങ്കിൽ തോരൻ വെച്ചിട്ടാണെങ്കിൽ ഭയങ്കര ചവറപ്പായിരിക്കും, വലിയ ടേസ്റ്റ് ഒന്നും കാണത്തില്ല. പിന്നെ ഭയങ്കര പുളിയായിരിക്കും. കുരു കുത്തുന്നതിന് മുന്നേ ഉള്ള ഒരു ഇരുമ്പമ്പുളിയുണ്ട്, അതായത് ഒരുപാട് പിഞ്ചുമല്ല, അത്യാവശ്യം പുളിയുള്ള ഒരു ഇടത്തരം പുളിയുണ്ട് കേട്ടോ ഇരുമ്പമ്പുളി. അപ്പോൾ അത് പറിച്ചിട്ട് നന്നായിട്ട് കഴുകി ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് കൊത്തി ഇങ്ങനെ അരിഞ്ഞെടുക്കുക. ഇതിനകത്തേക്ക് കുറച്ച് പച്ചമുളകും സവോളയും കൂടെ കുരുകുരാന്ന് അരിഞ്ഞിടുക. പിന്നെ തേങ്ങായും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചെറുതായിട്ടൊന്ന് ഒതുക്കിയിട്ട് ഇതിനകത്തേക്ക് ഇട്ട് ഉപ്പ് ഒഴിച്ച് തട്ടിപ്പൊത്തി മൂടി വെച്ച് വേവിക്കുക. വലിയ വെള്ളമൊന്നും ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം ഇരുമ്പമ്പുളിക്കകത്ത് അത്യാവശ്യം നന്നായിട്ട് വെള്ളമുള്ള ഒരു സാധനമാണല്ലോ. ഒരുപാട് മൂത്ത് കഴിഞ്ഞാൽ കൊള്ളത്തില്ല, ചെറുപ്രായത്തിൽ കൊള്ളാം കേട്ടോ. പിന്നെ ഇഷ്ടം പോലെ ഉണ്ടെങ്കിലും ആർക്കും വേണ്ടാത്തൊരു സാധനം കൂടിയായിരിക്കും ഈ ഇരുമ്പമ്പുളി. കാരണം ഒരു മരം നിറച്ചുണ്ടാകുമ്പോൾ അങ്ങ് ഉണ്ടാവുകയാണല്ലോ. അപ്പം പിഞ്ചിലേ പറിച്ച് കുഞ്ഞു കുത്തി ഇങ്ങനെ പിരിഞ്ഞ് വരുന്ന സമയത്ത് പറിക്കുകയാണെങ്കിൽ അച്ചാറിടാനും സൂപ്പറാണ്. പിന്നെ ഒരു കുറച്ച് പറിച്ചങ്ങ് നിർത്തിയിട്ട് ഇടത്തരം ആകുമ്പോഴത്തേക്കിനും തോരൻ വെക്കാൻ കുറേ എടുത്ത്, പിന്നെ കുറച്ച് മൂത്ത് കഴിയുമ്പോഴത്തേക്കിനും നല്ല മീൻകറിക്കകത്തൊക്കെ ഇടാനും അടിപൊളിയാണ് കേട്ടോ. ചക്കക്കുരു ഇരുമ്പമ്പുളിയും കൂടെ ഒഴിച്ചേറി വെക്കാനും അടിപൊളിയാണ്. അങ്ങനെ തോരനുള്ളതൊക്കെ ആക്കുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന ഒരു കൊത്തച്ചക്കയുടെ പകുതി ഇരിപ്പുണ്ട് കേട്ടോ, അതും കൂടി അങ്ങ് ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ തൈരും, അത് മതിയല്ലോ, 2 കൂട്ടം കറിയും തൈരും മതി. നമ്മുടെ ഊണ് കുശാലാണ്. കൊത്തച്ചക്കയൊക്കെ കുറച്ച് പണിയുള്ള പരിപാടിയാണ്, പക്ഷേ കഴിക്കുമ്പോഴത്തേക്കിനും നമുക്ക് കുറച്ച് ഹെൽത്തി ആയിരിക്കും. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കുമ്പോഴത്തേക്കിനും ഹെൽത്തി ആയിരിക്കും, പക്ഷെ ഉണ്ടാക്കാൻ അത്ര എളുപ്പമായിരിക്കത്തില്ല കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതാണ് പെട്ടെന്ന് ചീപ്പിറക്കി അങ്ങ് എടുത്തങ്ങ് ആക്കിയാൽ മതി. പക്ഷേ അതിന് ഗുണം കുറയും, ഇതിന് ഗുണം കൂടും. അങ്ങനെ ഒരു ഗുണമുണ്ട് കേട്ടോ. പിന്നെ എല്ലാവർക്കും ഒന്നും എല്ലാ കറികളും ഇങ്ങനത്തെ ഒന്നും വലിയ പിടുത്തം കാണത്തില്ല കേട്ടോ. എന്നെപ്പോലെ കുറച്ച് കാട്ടുകറികളൊക്കെ ഇഷ്ടമുള്ള ആളുകൾക്ക് ഇതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. എനിക്ക് പിന്നെ ഇങ്ങനെ നടുതലകളൊക്കെ പറിച്ച് തിന്നാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും കുഞ്ഞാപ്പിക്കും കേട്ടോ. അബിക്ക് വലിയ കോളില്ല, ഏട്ടയ്ക്കും വലിയ കോളില്ല. ഞങ്ങൾ രണ്ടും ഇങ്ങനത്തെ എന്ത് കണ്ടാലും കഴിക്കും. എന്തുണ്ടാക്കി കൊടുത്താലും കുഞ്ഞാപ്പിക്ക് ഇഷ്ടപ്പെടും കേട്ടോ. ഞാനാണെങ്കിൽ ഇത് കറി ഉണ്ടാക്കി കഴിഞ്ഞ് കുറച്ച് വെള്ളം തോർന്ന് വരുന്നേ ഉള്ളായിരുന്നേ. അപ്പോഴത്തേക്കിനും കുഞ്ഞാപ്പിക്കും പിന്നെ കരോട്ട കൊച്ചിനും കൂടി ഇങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു കുഞ്ഞു പാത്രത്തിലാക്കി കൊടുത്തു. കുഞ്ഞാപ്പി അപ്പം മുതലിങ്ങനെ കയറി ഇറങ്ങി ഈ കറി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓർത്തിട്ട് ദൈവമേ ഇത് കറി തീരൂല്ലോ ഇപ്പം തന്നെയെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ പിന്നെ അവസാനം വഴക്ക് പറഞ്ഞാണ് ഞാനത് കുറച്ച് മാറ്റി വെച്ചത്. ഞങ്ങൾക്ക് ചോറിനൂടെ കഴിക്കേണ്ടതാണ്, നീ ഇങ്ങനെ തിന്ന് തീർത്താൽ ശരിയാവത്തില്ലെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ആ കറിയൊക്കെ ആക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ചക്കയും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കണം. അത് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടാവാമെന്ന് വിചാരിച്ചു. ഇനി പേട്ടയും കൂടെ ഉള്ളതുകൊണ്ടാണ്, അല്ലെ ഞാൻ അതെല്ലാം ഒരുക്കി പറക്കി കറിയുടെയൊക്കെ ആക്കിയിട്ടാണ് കുളിക്കാൻ കയറത്തുള്ളൂ കേട്ടോ. ചേട്ടാ വീട്ടിലാണെങ്കിൽ ഇങ്ങനെ ത്രിസന്ധ്യ സമയത്തിന് മുന്നേ കുളിക്കണം, അത് കഴിഞ്ഞ് പിന്നെ അലക്കാൻ പാടില്ല, അങ്ങോട്ട് ഇറങ്ങാൻ പാടില്ല, അങ്ങനെയൊക്കെ കുറച്ച് ഇതുള്ള ആളാണ്. നമ്മളെ വഴക്കൊക്കെ പറയും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരത്തെ കുളിച്ച് വൃത്തിയായിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ഈ കറി ആക്കിയിട്ട് വേഗം കുളിക്കാനുള്ള പരിപാടിയിലൊക്കെ
കടന്ന് തലയിൽ എണ്ണയൊക്കെ വെച്ച് വേഗം പോയി കുളിച്ച്. നനയ്ക്കാൻ പിന്നെ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. രാവിലെ എല്ലാം നനച്ചൊക്കെ ഇട്ടുകൊണ്ട് വൈകിട്ട് ആ പണിയൊക്കെ ഒതുങ്ങി കിട്ടി. തുണിയൊക്കെ ഇനി ഒന്ന് മടക്കി ഒതുക്കി വെച്ചാൽ മതിയായിരുന്നു. ഇപ്പോൾ ഇനി ഇഷ്ടം പോലെ സമയമുണ്ട് കേട്ടോ. കഞ്ഞിയായി, പിന്നെ ഇതിനധികം വേവില്ലല്ലോ, പെട്ടെന്ന് തന്നെ ആവും. ഈ ചക്കയും കൂടി ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി. സാധാരണ ഞാൻ ചക്ക കറി വെക്കുമ്പോഴത്തേക്കിന് അതിൻ്റെ മുള്ള് മാത്രം ഇങ്ങനെ ചെത്തി കളയും. ബാക്കി കൂഞ്ഞി അടക്കം അങ്ങ് കറി വെക്കാറാണ് കേട്ടോ പതിവ്. പിന്നെ ഇന്ന് ഞാൻ കൂഞ്ഞി ചെത്തി കളയാമെന്ന് വിചാരിച്ച് വേറൊന്നും ഉണ്ടല്ല, നമുക്കിവിടെ അമ്മിക്കല്ലും അരകല്ലും ഒന്നുമില്ല. മിക്സിയിലിട്ടാൽ ഭയങ്കരമായിട്ട് അങ്ങ് അരഞ്ഞു കുഴഞ്ഞു പോകുമല്ലോ. അപ്പോൾ കൈകൊണ്ട് തന്നെ ഇങ്ങനെ ഞെരടി ഉതിർത്തെടുക്കാമെന്ന് ഞാൻ വിചാരിച്ച്. അപ്പോൾ കൂഞ്ഞി ഉണ്ടെങ്കിൽ ഇങ്ങനെ വിട്ട് കിട്ടാൻ ഭയങ്കര പാടല്ലേ. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ നമുക്ക് ഇടികല്ലി വെച്ച് ഇങ്ങനെ ഇടിച്ചെടുക്കാമെന്ന് പറഞ്ഞാൽ കുറേ സമയം എടുക്കും. കുറച്ചല്ലേ നമുക്ക് ചെയ്യത്തുള്ളൂ. പെട്ടെന്ന് ആക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ്. കൂഞ്ഞി അങ്ങ് കളയാണെങ്കിൽ കൈകൊണ്ട് തന്നെ നമുക്കിങ്ങനെ പിതിർത്തെടുത്താൽ മതിയല്ലോ. അപ്പോൾ ആ ഒരു കറി നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പം ഞാൻ ഒരു നുള്ളു വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത്രയും പോലും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇരുമ്പം പുളിക്കാത്ത ആവശ്യത്തിന് വെള്ളമുണ്ട്, ഞാൻ പറഞ്ഞായിരുന്നല്ലോ. പിന്നെ ഞാൻ ഒഴിച്ചത് നമ്മുടെ മിക്സിയുടെ ജാറിൽ കുറച്ച് തേങ്ങയുടെ അരപ്പ് ഒട്ടിപ്പിടിച്ചിരിപ്പുണ്ടായിരുന്നു. അതങ്ങ് പോന്നോട്ടേ എന്ന് വിചാരിച്ചിട്ടാണ്. ഇത് കുഴപ്പമില്ല, മൺചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് വെള്ളം അങ്ങ് വലിയൂല. അങ്ങനെ തോർത്തി എടുത്താൽ മാത്രം മതി. തീ ഒരുപാട് കൂട്ടിയിട്ടാൽ അടുക്കി പിടിക്കും. പിന്നെ ഈ കറി ഒന്നിനും കൊള്ളത്തില്ല കേട്ടോ. പ്രത്യേകിച്ച് മൺചട്ടി ആയതുകൊണ്ട് നമ്മൾ നന്നായിട്ട് സൂക്ഷിക്കണം. പിന്നെ ഞാൻ പുളിയുള്ള കറിയല്ലേ എന്ന് വിചാരിച്ചിട്ടാണ്. ചിലപ്പോൾ ഈ ഇരുമ്പം പുളി നമ്മുടെ അലുമിനിയത്തിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലേ നമുക്ക് ഒരു കറ പോണക്ക് വരും കേട്ടോ. തോരൻ വെക്കുമ്പോൾ അങ്ങനെ വരുമോയെന്ന് എനിക്കറിയത്തില്ല. ഇനി മുന്നേ ഒരു തവണയുണ്ടല്ലോ ഇരുമ്പം പുളി എവിടുന്നോ കുറച്ച് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും വലിയൊരു അലുമിനിയത്തിൻ്റെ ഒരു മൂടച്ചട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തേക്ക് ഞാനിങ്ങനെ കീറി ഉപ്പും തിരുമ്മി വെയിലത്ത് വെച്ചാണ്. അപ്പോൾ നമ്മുടെ ഇരുമ്പം പുളി നന്നായിട്ട് ഉണങ്ങി വന്ന സമയത്തിന് നമ്മുടെ അലുമിനിയത്തിൻ്റെ മൂടൊക്കെ ഇങ്ങനെ ചെറിയ പാണ്ട് വീണിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ചാര വിട്ട് ഉരച്ച് തേച്ച മാതിരി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനത് പിന്നെ ഇങ്ങനെ മൺചട്ടിയിലാണ് വെക്കാറ്. അതാകുമ്പോഴത്തേക്കിനും വേറെ കുഴപ്പമില്ല. പുളിയുള്ള ഇത് കറിയൊക്കെ ആകുമ്പോഴത്തേക്കിനും അതിന് വേണ്ടിയിട്ട് നമ്മൾ മിക്ക വീടുകളിൽ ഒരു പാത്രം മാറ്റി വെക്കുമല്ലോ പുളിങ്കറി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം മൺചട്ടി ആണെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ കറി ഇവിടെ തോർന്നായി വരുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് അതൊന്നാക്കിയിട്ട് ഞാൻ വേഗം പോയി കുളിച്ചിരുട്ടുന്നതിനിപ്പുറം പിന്നെ വേഗം വന്നിട്ട് നമ്മുടെ കൊത്തച്ചക്ക ഇതുപോലെ കഷ്ണങ്ങളാക്കി റെഡിയാക്കി എടുത്ത് അതിൻ്റെ മുള്ളൊക്കെ കളഞ്ഞ് കുറച്ച് പണിപ്പെട്ട് കേട്ടോ. ഇപ്പോൾ ഒരൊറ്റ വീടുകളിലും മണ്ണെണ്ണയില്ല, അതാണ് വലിയ പ്രശ്നം കേട്ടോ. റേഷൻ കടയിൽ നിന്നാണെങ്കിലും നമുക്കങ്ങനെ മണ്ണെണ്ണയൊന്നും ഇപ്പോൾ കിട്ടുന്നില്ലെന്ന് തോന്നുന്നു. നമുക്ക് പിന്നെ കാർഡില്ലാത്തതുകൊണ്ട് നമ്മളൊന്നും റേഷൻ കടയായിട്ട് യാതൊരു ബന്ധവുമില്ല കേട്ടോ. വീട്ടിൽ മാത്രമേ കാർഡുള്ളൂ. നമ്മളെല്ലാം അല്ലാണ്ട് കടയിൽ നിന്ന് അരിയൊക്കെ ആണെങ്കിലും അല്ലേ മേടിക്കുന്നത്. റേഷൻ കടയിൽ നിന്ന് അങ്ങനെ മേടിക്കാൻ പറ്റാറില്ല, അതുകൊണ്ട് അറിയത്തില്ല. എന്നാലും ഞാൻ ഈ ചക്കയൊക്കെ വെട്ടുന്ന സമയത്ത് അവിടെ ഇവിടെയൊക്കെ ചോദിച്ചപ്പോഴത്തേക്കിന് മണ്ണെണ്ണയുടെ അംശമേ ഇല്ല ഒരു വീടുകളിലും. മണ്ണെണ്ണയാണെങ്കിൽ നമ്മുടെ ചക്കയുടെ മുളഞ്ഞിലൊക്കെ ഒന്നും പേടിക്കാനില്ല, അത് വെച്ച് ജസ്റ്റ് ഒന്ന് തൂത്താൽ മതി. ചക്കയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്, മണ്ണെണ്ണയൊക്കെ ഇച്ചിരിയൊക്കെ അകത്തെ പറ്റിയാലും ഒരു അവയും ചൊവയും ഒന്നും വരത്തില്ല. അത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പം പെട്ടെന്ന് കയ്യിൽ നിന്ന് മുളഞ്ഞിലൊക്കെ അങ്ങ് ഇട്ട് പോവുകയും ചെയ്യും. എണ്ണയാകുമ്പോഴത്തേക്കിനും ഇങ്ങനെ വിഴുക്കി ഇരിക്കുമല്ലോ, പോകാൻ ഭയങ്കര പാടാണ്. ഞാൻ പിന്നെ ഒരു തരത്തിലൊന്ന് വെട്ടിപ്പറക്കി എടുത്ത് തിന്നാനുള്ള കൊതി കാരണമാണ് കേട്ടോ. അങ്ങനെ കൂഞ്ഞിലൊക്കെ കളഞ്ഞ് നമ്മുടെ സാമ്പാർ കഷ്ണം മുഴുപ്പിലിങ്ങനെ അരിഞ്ഞങ്ങ് എടുത്തു. മുള്ളൊക്കെ കുറച്ചങ്ങ് ചെത്തിക്കളഞ്ഞ്, നല്ലത് വേറൊന്നും പരുതിട്ടില്ല കേട്ടോ. നല്ല മുഴുത്ത കഷ്ണങ്ങളാക്കി അങ്ങ് അരിഞ്ഞ് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വെള്ളത്തിൽ കഴുകിയിട്ട് നമ്മുടെ കുക്കറിലിട്ട് 1-2 വിസിലടിച്ച് കഴിഞ്ഞാൽ സംഗതി ഓക്കെയാണ്. പിന്നെ ഞാൻ എൻ്റെ ചൂടൊക്കെ മാറിയിട്ടേ പതുക്കെ ഞെവിടുന്നുള്ളൂ കേട്ടോ, അല്ലേ എൻ്റെ കൈ കൊള്ളും, അതറിയാലോ എല്ലാവർക്കും അല്ലേ, പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അപ്പം എല്ലാം ക്ലീനാക്കി പെറുക്കിയെടുത്ത് പിന്നെ ചക്കമടലെല്ലാം കൂടി ഒരു കൂടിനകത്താക്കി വാരി പെറുക്കിയെടുത്ത് മുളഞ്ഞിലൊക്കെ തൂത്ത് റെഡിയാക്കി നമ്മുടെ സ്ലാവ് വാർത്തേക്കുന്നത് നല്ല വൃത്തിക്കും നീറ്റിനും ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കറി വെക്കാൻ ആവശ്യത്തിനായിട്ടുള്ള ചക്ക നന്നായിട്ട് എടുത്തിട്ട് കഴുകിയിട്ട് നമ്മുടെ കുക്കറിലിട്ട് കൊടുക്കുന്നത്, ആവശ്യത്തിന് വെള്ളം, ഒരു നുള്ളുപ്പ്, പിന്നെ മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ഇടാം, അല്ലെങ്കിൽ നമ്മൾ അരയ്ക്കുന്ന കൂടത്തിലാക്കിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാൻ സാധാരണ ഉണ്ടാക്കുന്ന മുളക് ഉള്ളിയൊക്കെ ഒതുക്കിയിട്ടായിരുന്നു. പക്ഷേ ഈയിടെ ഞാൻ വീട്ടിൽ പോയപ്പോഴത്തേക്കിനും അമ്മ അവിടെ ഒരു തവണ ഇതുപോലെ ഇടിച്ചക്ക തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല സൂപ്പറായിരുന്നു, എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. അതിനകത്ത് പക്ഷേ അരിയൊക്കെ വറുത്തിട്ടിട്ടുണ്ട്, ഉലുവ ഉണ്ട്, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചതച്ചിട്ട് കടുക് പൊട്ടിച്ച് അതിനകത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് വഴട്ടിയിട്ട് നമ്മൾ ഉടച്ച് വെച്ചിരിക്കുന്ന ചക്കയിട്ട് പിന്നെ തേങ്ങായും ഇട്ട് തട്ടിപ്പൊത്തി മൂടി വെച്ച് വേവിച്ചതെന്നാണ് പറഞ്ഞത്. നല്ല സൂപ്പറായിരുന്നു കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്ന രീതിയും ആ രീതിയും വ്യത്യസ്തമാണെങ്കിലും അതിൻ്റെ രുചി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. അപ്പം ഞാൻ ആ രീതിക്ക് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ.
പിന്നെ ഇതിനകത്ത് കുറച്ച് ഭാഗങ്ങളൊക്കെ മിസ്സായി പോയിട്ടുണ്ട്. ഞാൻ ഇതിനിടയ്ക്കൊന്ന് ഫോൺ വിളിക്കാൻ പോയതാണ്. അപ്പോഴത്തേക്കിനും എനിക്ക് അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ലാസ്റ്റ് ഞാൻ കറി ആയി കഴിഞ്ഞ് എടുക്കാമെന്ന് വിചാരിച്ചാൽ അതും എടുത്തില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. പിന്നെ ഉപ്പിടാതെ വേവിച്ചുകൊണ്ടാണ് കേട്ടോ ചക്ക ഇങ്ങനെ വെളുത്തിരിക്കുന്നത്. അത് വേറെ കുഴപ്പങ്ങളൊന്നും ഉള്ളതല്ല. പിന്നെ അരപ്പൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് തട്ടിപ്പൊത്തി മൂടി വെച്ച് ഓക്കെ ആക്കി എടുക്കുന്നുണ്ട്. ഞാൻ പിന്നെ നന്നായിട്ട് ഉടച്ചെടുത്ത് ചേട്ടായിക്ക് ഇച്ചിരി ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്ന ഒരുപാട് ഇങ്ങനെ വിറുവിറാന്നിരിക്കുന്നതിനേക്കാളും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരുപാട് അങ്ങനെ ഉണക്കി എടുത്തില്ല. നന്നായിട്ട് ഒന്ന് ഞെങ്ങി ഇരിക്കുന്ന രീതിയിലാക്കി എടുത്തിട്ടുണ്ട്. നല്ല സൂപ്പർ കറിയാണ് ഇതും. പിന്നെ നമ്മുടെ ഇരുമ്പമ്പുളി തോരനും അച്ചാറും പിന്നെ കുറച്ച് തൈരൂടെ ഉണ്ടെങ്കിൽ സംഭവം കുശൽ. അപ്പം നമ്മുടെ ഇന്നത്തെ അത്താഴത്തിന് അതാണ് വിഭവം കേട്ടോ. അങ്ങനെ ആ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് തുണിയൊക്കെ പറക്കി വിളക്കൊക്കെ വെക്കണം. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ, സീ യു.